AMMA എന്ന ചലച്ചിത്ര താരങ്ങളുടെ സംഘടന ഓൺലൈൻ യോഗത്തെ പറ്റിയായിരുന്നു ആ വാർത്ത. മറ്റു പല മാധ്യമങ്ങളും ആ വാർത്തയെ അടിസ്ഥാനരഹിതമാണെന്നൊക്കെ റിപ്പോർട്ട് അടിച്ചിറക്കി. നമ്മുടെ റിപ്പോർട്ടർ ലെബി സജീന്ദ്രൻ പുറത്തുവിട്ട AMMA ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് വൈകുന്നേരം 4-ന് ചേരും. മോഹൻലാലാണ് നിർണായകമായ യോഗം വിളിച്ചത്. ജനറൽ ബോഡി വിളിക്കുന്നതാണ് മുഖ്യ അജണ്ട. ആ ജനറൽ ബോഡിയുടെ നയം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ താൽക്കാലിക എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എന്ന് വിളിക്കുന്നത്. ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലെബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. അതിനുമപ്പുറം ഒരു കൺഗ്രാറ്റുലേഷൻസ് കൂടി ലെബി. കാരണം ഇന്നലെ ലെബി സജീന്ദ്രൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഒരു 20 മിനിറ്റിനുള്ളിൽ മറ്റൊരു ചാനൽ ഈ വാർത്ത തെറ്റാണെന്നും അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ കാർഡിൽ വിഷ്വൽസ് ഒക്കെ ഇറക്കി നമ്മളെ ആകെ ഒന്ന് സമ്മർദ്ദത്തിലാക്കി. നമ്മൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വിനു മോഹൻ നമ്മളോടൊപ്പം ടെലിവിഷൻ സ്ക്രീനിൽ വന്ന് കാര്യങ്ങൾ ഉറപ്പു നൽകി. എന്തായാലും യോഗം വിളിക്കും, തീരെ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വിനു മോഹൻ പറഞ്ഞത്. പക്ഷേ ലേബി ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അച്ചട്ടായി അല്ലേ? ഇന്നു തന്നെയാണ് യോഗം. ആ യോഗം ചേരാൻ പോകുന്നു. ആ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ബോഡിയുടെ ഘടന അല്ലെങ്കിൽ ജനറൽ ബോഡിയുടെ നയം തീരുമാനിക്കുക എന്നതായിരിക്കണം. ഏത് രീതിയിൽ വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന ചർച്ചകളെയും പ്രതിസന്ധികളെയും നേരിടാൻ എന്നതായിരിക്കുമല്ലോ പ്രധാനമായിട്ടുമുള്ള മീറ്റിംഗ്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ആ മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്നത് ലേബി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. താൽക്കാലിക ഭരണസമിതി അധ്യക്ഷൻ മോഹൻലാലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് AMMA കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം AMMAയുടെ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കാര്യം ഏത് രീതിയിൽ ഈ ജനറൽ ബോഡിയെ സമീപിക്കണം എന്നത് വളരെ പ്രധാനമാണ്. കാരണം ജനറൽ ബോഡിയിൽ 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ കടന്നു വന്നേക്കാം. അത് മാത്രമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവർ ഉണ്ട് AMMAയിൽ. അതുകൊണ്ട് തന്നെ ജനറൽ ബോഡി യോഗത്തിലേക്ക് പല അഭിപ്രായങ്ങൾ പല രീതിയിൽ കടന്നു വന്നേക്കാം. അതിനെ എത്തരത്തിൽ പ്രതിരോധിക്കണം, ഏത് രീതിയിൽ ജനറൽ ബോഡി യോഗത്തിന്റെ നയം രൂപീകരിക്കണം എന്നത് തന്നെയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അജണ്ട. പറ്റുന്നവർ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം മോഹൻലാൽ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ യോഗത്തിൽ എടുക്കുന്ന ഒരു രൂപരേഖയ്ക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും ജനറൽ ബോഡി യോഗത്തിന്റെ നടപടിക്രമങ്ങൾ തീരുമാനിക്കുക. കാരണം വെറുതെ പെട്ടെന്ന് ചെന്ന് ജനറൽ ബോഡി യോഗത്തിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത് ബുദ്ധിമോശമാകും എന്നൊരു കണക്കുകൂട്ടൽ എക്സിക്യൂട്ടീവ് യോഗത്തിനുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AMMAയുടെ പുതിയ ഭരണസമിതി എങ്ങനെ രൂപീകരിക്കണം എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നേക്കാം. ഇതേ ഭരണസമിതി തന്നെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത്. ബാക്കി ഭരണസമിതി പിരിച്ചുവിടപ്പെട്ട ആ ഭരണസമിതി അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള ആവശ്യം ഭൂരിഭാഗം AMMA അംഗങ്ങൾക്കിടയിലുമുണ്ട്. മറ്റൊരു വിഭാഗമാകട്ടെ പുതിയ ഭരണസമിതി അധികാരമേൽക്കട്ടെ എന്നും അഭിപ്രായപ്പെടുന്നു. ഈ രീതിയിൽ പുതിയൊരു ഭരണസമിതി അധികാരമേൽക്കേണ്ട സാഹചര്യം വന്നാൽ അത് എത്തരത്തിലായിരിക്കണം അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൊണ്ടുപോകേണ്ടത്, അതൊക്കെ വളരെ സങ്കീർണമായിരിക്കും. അതുമാത്രമല്ല, ഈ ഭരണസമിതി തന്നെ തുടരേണ്ടതുണ്ടെങ്കിൽ അതിൽ മോഹൻലാൽ അധ്യക്ഷസ്ഥാനത്തിരുന്നാൽ മാത്രമേ അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മോഹൻലാൽ സന്നദ്ധനല്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകം തന്നെയാണ് ഡോക്ടർ അരുൺ. ലേബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അത്രമേൽ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ പ്രേക്ഷകരിലേക്ക് നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്ത് എത്തിച്ചത്. ഇന്നോ നാളെ യോഗം ചേരും എന്നാണ് നമുക്ക് കിട്ടിയിരുന്ന ഇന്നലത്തെ പ്രാഥമികമായ വിവരം. പക്ഷേ ആ സോഴ്സിൽ നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ആ വാർത്തയിൽ ഉറച്ചു നിന്നു. മറ്റു ചിലരൊക്കെ ഈ യോഗം ഇന്ന് നടക്കില്ല എന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ അടിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ലേബി അല്പം സമ്മർദ്ദത്തിലായോ? എനിക്ക് തോന്നുന്നു നമ്മൾ തൊട്ടടുത്ത സമയം സംസാരിച്ചപ്പോഴും ഞാൻ അതിനൊരു കാരണം കൂടി ഡോക്ടർ അരുണിനോട് പറഞ്ഞിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്നോ നാളെ, ഇന്നലെ ഞാൻ പറയുമ്പോൾ നാളെയോ മറ്റന്നാളോ തന്നെ ഉണ്ടാകും. അതൊരുപക്ഷെ 19-ന് തന്നെ ആയിരിക്കാം, അതായത് ഇന്ന് തന്നെ ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞതിന്റെ ഒരു ലോജിക്ക് മറ്റന്നാൾ മുതൽ മോഹൻലാലിന്റെ ഷൂട്ടിംഗ്, പുതിയ സിനിമ എമ്പുരാന്റെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഇത്തരത്തിൽ ഒരു യോഗം നടത്തി തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത് ശ്രമകരമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ യോഗം മോഹൻലാൽ ഷൂട്ടിംഗിന്റെ തിരക്കിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അത്തരത്തിൽ ഒരു വാർത്ത അല്ല എന്നുള്ള ഒരു പ്രചാരണം വന്നപ്പോഴൊക്കെ ഞാൻ എന്റെ വാർത്തയിൽ ഉറച്ചു നിന്നത്. സ്വാഭാവികമായും
അത് 19 തന്നെ ആയിരിക്കും എന്നുള്ള സൂചന, അതായത് ഇന്ന് തന്നെ ആയിരിക്കും എന്നുള്ള സൂചന എനിക്ക് എന്റെ സോഴ്സിൽ നിന്ന് വ്യക്തമായി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ സമ്മർദ്ദമൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും അങ്ങനെ മറ്റ് ചാനലുകൾ അത്രയും പരിചയസമ്പന്നയായ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ലേബി ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് അച്ചട്ടാണ്. നമുക്ക് അക്കാര്യത്തിൽ മറ്റൊരു തീരുമാനവുമില്ല. ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ലേബി, നമ്മുടെ റിപ്പോർട്ടർമാർ ഉറച്ചു നിന്നാൽ ആ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യും എന്നുള്ളതാണ് കാര്യം. റിപ്പോർട്ടർ ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിപ്പോർട്ടർമാരാണ് ഈ ചാനലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടർ എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ടർക്ക് ആ വാർത്തയുടെ സോഴ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്തയിൽ മറ്റ് അപാകതകൾ, എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും എന്നല്ലാതെ ആ വാർത്ത ഒരു കാരണവശാലും നമ്മൾ സംശയിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും ഒടുവിൽ കണ്ടതും ആ വാർത്ത തന്നെയാണ്. ലേബി സജീന്ദ്രനെ പോലെ ഒരു റിപ്പോർട്ടർ നാളെയോ മറ്റന്നാളോ AMMയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കും എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ വാർത്ത ശരിയാണ് എന്നൊരിക്കൽ കൂടി നമ്മൾ തെളിയിക്കുകയാണ്. ഇന്നലെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം താൽക്കാലികമായി ചേരാൻ പോകുന്നു എന്നുള്ളത്, അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. ആ യോഗമാണ് ഇന്നും നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നടക്കാൻ പോവുക. റിപ്പോർട്ടർ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്ത ശരിയാകും എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. തെറ്റിപ്പോകാറുണ്ട് ചില വാർത്തകൾ, അത് ചിലപ്പോൾ ഈ വാർത്തയുടെ വേഗത്തിനിടയിൽ സംഭവിക്കുന്നതാണ്. അതും പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പോൾ താങ്ക് യു ലേബി സജീന്ദ്രൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. ഇനി നമുക്ക്